പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും ദൈവിക പാദപീഠത്തിൽ നമുക്കൊരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകി. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചിന്തിച്ചു നടത്തിയ ഭാഗം തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. അതിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നീ കണ്ടത് എന്നുള്ള ഭാഗത്തെ ആസ്പദമാക്കിയാണ്. പത്മോസിൻ്റെ ഏകാന്തതയിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ ദർശിക്കുന്നത് നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. അതിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവായി എന്തുകൊണ്ട് കണ്ടു എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ് കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ വിചിന്തനം ചെയ്തത്. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യോഹന്നാൻ ദർശിക്കുന്ന ക്രിസ്തുവിൻ്റെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഒന്ന്, നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനെ കാണുന്നു. രണ്ടാമതായി, മനുഷ്യപുത്രനോട് സദൃശ്യമുള്ളവനായി കാണുന്നു. മൂന്നാമത്, യേശുക്രിസ്തുവിൻ്റെ തലയും തലമുടിയുമാണ്. നാലാമതായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാണ്. മൂന്നാമതായി, വെള്ളോട്ടിന് സമമായ കാലുകളാണ്. അടുത്തത്, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ എന്നുള്ള വിഷയമാണ്. അതിൽ ഒന്നാമതായിട്ടുള്ള ഭാഗം, നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. എന്താണ് ഇതിന് കാരണം? ന്യായപ്രമാണ യുഗത്തിൽ പുരോഹിതന്മാർ ധരിക്കുന്ന വസ്ത്രം അതിപ്രാധാന്യമുള്ള അങ്കിയായിരുന്നു. അതായത് പഴയ നിയമത്തിൽ നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ കർത്താവായ ദൈവം തൻ്റെ ദാസനായ മോശയെ വിളിച്ചിട്ട് എനിക്ക് വസിക്കേണ്ടതിനൊരു കൂടാരം, ഒരു വിശുദ്ധ മന്ദിരം പണിയണമെന്നുള്ള കൽപ്പന കൊടുക്കുന്നു. ആ കൽപ്പന പ്രകാരം മോശ യഹോവയ്ക്ക് വിശുദ്ധമായൊരു മന്ദിരം, അതിൻ്റെ പേരാണ് സമാഗമന കൂടാരം. ആ സമാഗമന കൂടാരം പണിയുന്നു, ടാബർനാക്കിൾ. അങ്ങനെ സമാഗമന കൂടാരം പണിയുമ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പൗരോഹിത്യ വർഗമാണ് ലേവ്യ പൗരോഹിത്യം. അത് അഹരോന്, മോശയുടെ സഹോദരനായ അഹരോന് ദൈവം കൈമാറുകയാണ്. അങ്ങനെ ഒരു ലേവ്യ പൗരോഹിത്യ ക്രമം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടവർക്ക് അതിൻ്റെ വിശേഷ ചിത്ര തയ്യലുകളുള്ള വസ്ത്രങ്ങൾ നെയ്തുണ്ടാക്കണം എന്ന് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അങ്ങനെ പൗരോഹിത്യ വസ്ത്രം അതിപ്രാധാന്യതയുള്ള വസ്ത്രമാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ അകത്ത് സ്വർണ്ണമണികളും മാതളപ്പഴങ്ങൾ എന്നിവ അതിൻ്റെ അടിവിളമ്പിൽ തൂക്കിയിട്ടിരിക്കണം. ഇത് മാത്രമല്ല, വിശേഷമായ ചിത്ര തയ്യലുകൾ, ഗോത്രപിതാക്കന്മാരുടെ പേരുകൾ, ഇവയെല്ലാം കൊത്തപ്പെട്ട ഒരു മനോഹര വസ്ത്രമാണ് ഈ പുരോഹിത വസ്ത്രം എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായും നമുക്കിവിടെ പഠിക്കുവാൻ ഉള്ള വിഷയമെന്ന് പറയുന്നത്, ഒന്ന് സ്വർണ്ണമണികളും രണ്ട് മാതള പഴങ്ങളുമാണ്. പഴങ്ങൾ ആത്മാവിൻ്റെ ഫലത്തെ കാണിക്കുകയാണ്, മണികൾ കൃപാവരങ്ങളെ കാണിക്കുകയാണ്. ഈ വസ്ത്രം ധരിക്കുന്നവൻ മാറത്ത് പൊൻകച്ചയും കെട്ടിരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? കച്ച ശുശ്രൂഷകൻ എന്നതിന് നിഴലാണ്. പുറപ്പാട് പുസ്തകം 39-ാം അധ്യായം 22, 26, 29 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും. അങ്ങനെ ആണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത്, നിലയങ്കി ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും. അത് ഒന്ന്, പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട
രണ്ട് പാർട്ടുകൾ: ആത്മാവിൻ്റെ ഫലം, രണ്ട് കൃപാവരങ്ങൾ. പുതിയ നിയമത്തിലും ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. ആത്മാവിൻ്റെ ഫലം: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇങ്ങനെയുള്ള 9 കൂട്ടം കാര്യങ്ങളാൽ നിബിഡമാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. അപ്പോൾ തന്നെ കൃപാവരങ്ങളാൽ കർത്താവ് നമ്മെ നിറച്ചിട്ടുണ്ട്. എന്തിനാണ് കൃപാവരങ്ങളാൽ ദൈവം നമ്മെ നിറച്ചിരിക്കുന്നത്? റോമാലേഖനത്തിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി കൃപാവരങ്ങളാൽ നമ്മെ നിറച്ചിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് ആമുവൽ.